അങ്ങനെ വിഷുവായി. നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഇപ്പം സമയം 5:15 5:17 നമ്മൾ രാവിലെ എഴുന്നേറ്റു. ആൻറ്റി നമ്മളെ കൊണ്ട് കണിയൊക്കെ കാണിച്ചു. അവിടെ കുറച്ച് നേരം ഇരുന്നു. എന്നാൽ ബ്രഷൊക്കെ ചെയ്തിട്ട് ഇപ്പം നമ്മൾ കുളിക്കാൻ വേണ്ടി വന്നേക്കും. നമ്മൾ നല്ല കുട്ടികളായി അമ്പലത്തിൽ പോയി വിഷു തുടങ്ങാമെന്ന് വിചാരിച്ചു. കുളിച്ച് റെഡിയായി കാണാം. റെഡി ആവണം അമ്പലത്തിൽ പോവാൻ. ഇനി പോകുന്ന വഴി കാണാം, എല്ലാം റെഡി ആയിട്ട് കാണാം. അല്ലെങ്കിൽ ഞങ്ങളെ കൊണ്ടുപോകുന്നത് അവർ പോകും ചിലപ്പോൾ. അവർ രാവിലെ തൊട്ട് എഴുന്നേറ്റ് കുളിച്ചിരിക്കുന്ന, ഞങ്ങൾ മാത്രം കുളിക്കാത്തത്. വേഗം പോയിട്ട് വരാം ഗായ്സ്. കുളിച്ച് റെഡിയായി അമ്പലത്തിൽ പോയി. തീരെ അവർക്ക് ക്ഷീണവും ഇല്ല, അവർക്ക് വരുന്നും ഇല്ല. അമ്പലത്തിൽ പോയി കൈനീട്ടം കിട്ടി. കാണിക്ക, അങ്ങനെ കൈനീട്ടം കാണിക്ക്. എനിക്കും കിട്ടി. അങ്ങനെ എല്ലാവർക്കും കൈനീട്ടം കിട്ടി. ആന്റി അമ്മ കാണി കേട്ടോ. അങ്ങനെ എല്ലാവർക്കും കൈനീട്ടമൊക്കെ കിട്ടി. അങ്ങനെ ഞങ്ങൾ ഇനി വീട്ടിലോട്ട് പോയി അനുഗ്രഹം എല്ലാം കിട്ടി. വീട്ടിലോട്ട് പോയി ഇനി അടിച്ചു പൊളിക്കാൻ പോവാ ഗൈസ്. നമ്മൾ ക്ഷീണിതരാണ് ഗൈസ്. പ്രത്യേകിച്ചൊന്നും ചെയ്തൊന്നുമില്ല. പക്ഷെ രാവിലെ എഴുന്നേച്ചു. ഇതൊന്നും ശീലമില്ലാത്ത കാര്യങ്ങളാണല്ലോ, അതൊക്കെ ചെയ്യുന്നത്. മാള് കൊറേ തേങ്ങ ചെറുണ്ടു. അത്ര വലിയ വെയിലാണെങ്കിൽ പണിയൊന്നും എടുത്തില്ല. അത് ശരിയാ. ചുമ്മാ എനിക്കൊന്ന് രാവിലെ എഴുന്നേറ്റല്ലോ ഞാൻ ഇന്നലെ ഉറങ്ങിയത് 1:45 എന്തോ എപ്പോഴാ. ഇവളോ നീയോ? 12:30 മാക്സിമം ആയപ്പോ ഇവൾ ഉറങ്ങി. ഞാൻ പിന്നെ കുറച്ചു നേരം കൂടെ എന്നെ കൊണ്ട് പറ്റുന്നില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ നേരത്തെ ഉറങ്ങി. എന്നിട്ട് ഞങ്ങള് 5 o'clock ആയപ്പോ എഴുന്നേറ്റു അല്ലേ. എന്നിട്ട് കുളിച്ചു, അമ്പലത്തിലൊക്കെ പോയി വന്നു. ഞങ്ങൾ സദ്യയുടെ പ്രിപ്പറേഷൻസ് എല്ലാം ഇങ്ങനെ കുറച്ച് ആക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ തേങ്ങ ചിരണ്ടി കൊടുത്തു. പിന്നെ ഇവള് ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്ത് കൊടുത്തു അല്ലേ. ചെറിയ ചെറിയ ജോലികൾ ചെയ്തു കൊടുത്തു. ആന്റിക്കൊരു കൈ സഹായം. പക്ഷെ സദ്യ ഒരു സദ്യ തന്നെയായി. അതെ, പായസം ഉണ്ട്. പായസം കുടിക്കാൻ നോക്കും. പപ്പടം പഴം പായസം. ഇനി സദ്യയൊക്കെ കഴിച്ചു കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ ഫോട്ടോഷൂട്ട് ഉണ്ട്, ഡാൻസ് ഉണ്ട്, ഫുൾ വൈബാണ്. ഫോട്ടോ എടുക്കണം എന്നുണ്ട്, ഡാൻസ് എന്തായാലും എടുക്കണം എന്നുണ്ട്. ഒരു ഡാൻസ് ഞങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. നന്നായിട്ട് വന്നാൽ നിങ്ങളത് കാണുന്നതായിരിക്കും. ഇല്ലെങ്കിൽ അത് ഞങ്ങളുടെ ഗാലറിയിൽ നിന്നും റീസൈക്കിൾ ബിന്നിലേക്ക് ഇട്ടു. നല്ലതായിട്ട് വരും. നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അത് കാണാം. അതായിരിക്കും ഉച്ച കഴിഞ്ഞ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പക്ഷെ ഒരു സദ്യ വെച്ച് കഴിയുമ്പോൾ നമുക്കൊരു ഉറക്കം വരും, അതറിയോ? ഇപ്പോഴേ ആക്ച്വലി നല്ലോണം ഉറക്കം വരുന്നുണ്ട്. ബിക്കോസ് രാവിലെ എഴുന്നേറ്റതിന്റെ ക്ഷീണമൊക്കെ ആയിട്ട് കണ്ണൊക്കെ ഡെഡായിട്ടായിരിക്കും. പക്ഷെ ഞാൻ വീട്ടിലില്ലാത്ത ഫസ്റ്റ് വിഷു ആയത്. പക്ഷെ അവൾ എന്റെ വീട്ടിലുള്ള ഫസ്റ്റ് വിഷുവാണ്. എനിക്ക് ഞാൻ ദത്തുപുത്രിയാണ് ഇവിടുത്തെ എന്റെ ഫസ്റ്റ് വിഷു. ഞാൻ വീട്ടിലില്ലാത്ത ഫസ്റ്റ് വിഷു. എന്റെ വീട്ടിൽ എല്ലാരും വന്നിട്ടുണ്ട്. എല്ലാരും മിസ് ചെയ്യുന്നു. എല്ലാവർക്കും ഹാപ്പി വിഷു. ബൈ, ലവ് യു. മാംഗോ ജ്യൂസ് കുടിച്ചു നോക്കൂ. നമ്മൾ 1 മണിക്ക് ഇപ്പൊ തന്നെ ഞാൻ ഇഗ്നോർ
നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം ഉറങ്ങി. എന്നിട്ടിപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ ചെയ്തിട്ട് വന്നേക്കുക. നമ്മുടെ റീൽസ് എടുക്കാമെന്ന് വിചാരിച്ചു. ഡാൻസ് റീൽ കുറേ നാളായിട്ട് നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ഡാൻസ് റീൽ എടുക്കണമെന്ന്. അങ്ങനെ അവസാനം ഒരു പാട്ട് എടുത്തിട്ടുണ്ട്. അതായിരിക്കും മിക്കവാറും കളിക്കുന്നത്. നമ്മൾ വിചാരിച്ചു എന്തായാലും ഇത് കുളിച്ചിനി ഇപ്പം നനഞ്ഞെങ്കിൽ എല്ലാം മൂടോട് കൂടി വന്നേക്കാം. പക്ഷെ നല്ല മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വേഗം എടുത്തിട്ട് പോയില്ലെങ്കിൽ വെള്ളത്തിലാവും. അതുകൊണ്ട് ശരി എടുത്തിട്ട് പിന്നെ കാണാം. ഓക്കെ. അങ്ങനെ ഞങ്ങൾ മഴയല്ല, ഞങ്ങൾ ഡാൻസ് കളിച്ച് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കും. നല്ലല്ല, ചെറുതായിട്ട് ഇങ്ങനെ പൊടിമഴയുണ്ട്. കാണാൻ ഒക്കുന്നുണ്ടോ? ചെറുതായിട്ട് കണ്ടോ? സൂര്യ കളിക്കാവുള്ളൂ ഇപ്പോഴും. പക്ഷേ ഞങ്ങൾ അകത്ത് കയറി. അപ്പം അങ്ങനെ ഞങ്ങൾ വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഒരുമിച്ചൊരു ഡാൻസ് ജോലി ചെയ്യാൻ തുടങ്ങി. ഞങ്ങൾ എന്ന് പരിചയപ്പെട്ടു അന്ന് തൊട്ട് ഞങ്ങളുടെ വലിയ ആഗ്രഹമായിരുന്നു ഞങ്ങൾ തമ്മിലൊരു ഡാൻസ് റീൽ എടുക്കണം. അങ്ങനെ അത് സാക്ഷാത്കരിച്ചു. അതിനൊരു വിഷു വേണ്ടി വന്നു. വിഷു ഐശ്വര്യത്തോടെ ഞങ്ങൾ തുടങ്ങിയിരിക്കണം വിഷുവിന്. അങ്ങനെ അതും കഴിഞ്ഞ് മഴയൊക്കെ കണ്ട് കട്ടും കുടിച്ചുകൊണ്ട് ഇരിക്കാം. പാവ അങ്കിൾ ഞങ്ങൾക്ക് വീഡിയോ ഒക്കെ എടുത്തു തന്നു. കുറേ നേരം അവിടെ വന്ന് നിന്ന് പോസ്റ്റായി. ഞങ്ങളൊരു 10-15 ടേക്കിങ് അതെല്ലാം അവിടെ നിന്ന് റെക്കോർഡ് ചെയ്തു. പാവം ഫുൾ സപ്പോർട്ടിങ് ഫാദർ ആയിക്കൊണ്ട്. അങ്ങനെ വിഷയെല്ലാം കഴിഞ്ഞു, ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. ഞങ്ങളിപ്പോൾ ഇങ്ങനെ എല്ലാവരുടെയും കൂടെ ഇരുന്ന് സിനിമയും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കും. നമ്മളെ തന്നെ ഒന്ന് വലിയ ടി വിയിലൊന്ന് കണ്ടു. ചെറുതായിട്ടൊന്ന് ക്രിഞ്ച് അടിച്ചു. കാരണം എന്താണെന്നറിയില്ല, ഞങ്ങൾ തന്നെ സംസാരിച്ചിട്ട് ഞങ്ങൾ തന്നെ ചിരിക്കും. അതെന്തുകൊണ്ടാണെന്ന് ഞങ്ങൾക്കറിയില്ല. അത് നമ്മൾ പക്ഷെ അത് ഞങ്ങൾ ശരിയാക്കുന്നേ. നമ്മൾ തന്നെ പറഞ്ഞിട്ട് നമ്മൾ തന്നെ ഒന്നങ്ങ് ചിരിക്കുന്നേ. എന്താന്ന് വെച്ചാൽ നമ്മൾ ആദ്യത്തെ ഒരു വീഡിയോ ആണ്. സോ എന്താ പറയണ്ടേ, എന്താ ചെയ്യണം ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. സോ ആ ഒരു ബേസിസിൽ ചെയ്തപ്പോൾ ഞങ്ങൾ പുതിയതായിട്ട് ചെയ്തപ്പോൾ ഇത്തിരി ചിരിയൊക്കെ വന്നു. ഞങ്ങൾ ശരിയാക്കുന്നത് ശരിയാക്കും. ഇപ്പം നമ്മളിവിടെ കണ്ടപ്പോൾ നമുക്ക് എന്തോ പോലെ നമ്മൾ ചുമ്മാ കണ്ട് ചിരിക്കായിരുന്നു. നല്ല വിഷയമായിരുന്നു, അടിപൊളി വിഷയമായിരുന്നു, അടിപൊളി സദ്യയായിരുന്നു, എല്ലാം അടിപൊളിയായിരുന്നു. ഫുൾ സെറ്റ് എല്ലാം ചെയ്തു. അങ്ങനെ വിഷു എല്ലാം കഴിഞ്ഞു. ഇനി ഫുഡും അടിച്ച് കഴിഞ്ഞു. ഇനി ഞങ്ങൾ ചെറിയ വാക്കിംഗ് ആയിട്ട് ഇറങ്ങി. അപ്പോൾ രാവിലത്തെ വീടിനകത്ത് തന്നെ ഇരിക്കാതെ ഡാൻസ് കളിക്കാൻ വേണ്ടി മാത്രം പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ ബാക്ക് ടു ബാക്ക് ഇന്ന് ഫുഡായിരുന്നു. നല്ല നല്ല ഫുഡുകൾ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ കുറച്ച് നേരം നടക്കാമെന്ന് വിചാരിച്ചു ഇറങ്ങിയതാണ്. ഇപ്പോൾ എത്ര മണിയായി? ഇപ്പോൾ ഒരു 9 മണിയായിട്ടുണ്ട്. അപ്പം ഇന്ന് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ്. കുട്ടി വിഷു സ്റ്റോറീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ദിവസം ഇത്ര ഉണ്ടായിരുന്നു. വിഷു സ്റ്റോറീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതിന്